സാങ്കേതികവിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ബോധവൽക്കരണ പദ്ധതി സംഘടിപ്പിച്ച് കിഡ്സ്. ലക്ഷ്യം കെട്ടിടങ്ങളിലെ ചൂട് കുറയ്ക്കുക. ചാലക്കുടിയിൽ മദ്യലഹരിയിൽ പോലീസുകാരെ ആക്രമിക്കാൻ ശ്രമിച്ചയാൾ പിടിയിൽ. മേച്ചിറ സ്വദേശി രതീഷാണ് പിടിയിലായത്. ചാലക്കുടി മേലൂരിലെ നൂൽനൂൽപ്പ് കേന്ദ്രം 4.5 പതിറ്റാണ്ട് പിന്നിടുന്നു. പൂലാനി കുറുപ്പത്ത് പ്രവർത്തിക്കുന്ന ഖാദി സെന്ററാണ് വ്യവസായ രംഗത്ത് ഇപ്പോഴും സജീവം. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കുളിർമ, കോട്ടപ്പുറം ഇന്റഗ്രേറ്റ് ഡെവലപ്മെന്റ് സൊസൈറ്റി, എനർജി മാനേജ്മെന്റ് സെന്റർ കേരളയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ പദ്ധതി കിഡ്സ് ക്യാമ്പസിൽ സംഘടിപ്പിച്ചു. കെട്ടിടങ്ങളിലെ ചൂട് കുറയ്ക്കുന്നതിനുള്ള ഒരു മാർഗമായി കൂൾ റൂഫ് സാങ്കേതികവിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ബോധവൽക്കരണ പദ്ധതി സംഘടിപ്പിച്ചത്. കേരളത്തിൽ അന്തരീക്ഷ താപനില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ എയർ കണ്ടീഷണറുകളുടെ ഉപയോഗത്തിൽ സംസ്ഥാനത്തിനുള്ളിൽ വൈദ്യുതി ഉപയോഗത്തിലും ഗണ്യമായ വർധനവ് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അത് പരിഹരിക്കുന്നതിനും കെട്ടിടങ്ങളിലെ ചൂട് കുറയ്ക്കുന്നതിനുമുള്ള ഒരു മാർഗമായി കൂൾ റൂഫ് സാങ്കേതികവിദ്യയിലെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് എനർജി മാനേജ്മെന്റ് സെന്ററും കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയും സംയുക്തമായി കുളിർമ എന്ന പദ്ധതിയുടെ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. കിഡ്സ് ഡയറക്ടർ ഫാദർ പോൾ തോമസ് കളത്തിലിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി വാർഡ് കൗൺസിലർ VM ജോണി ബോധവൽക്കരണ പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ എബിനൈസർ ആന്റണി കട്ടിപ്പറമ്പിൽ സംസാരിച്ചു. വിനയ വിൽസൺ കുളിർമ പദ്ധതിയുടെ ഭാഗമായി എങ്ങനെയെല്ലാം സൂര്യപ്രകാശം പ്രതിഫലിപ്പിക്കാമെന്നും താപകിരണം പരിമിതപ്പെടുത്താൻ കഴിവുള്ള കോട്ടിങ്ങുകളുടെ പ്രയോഗം സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് എങ്ങനെയെല്ലാം കുറയ്ക്കാമെന്നും കെട്ടിടങ്ങളിലെയും വീടുകളിലെയും ഫാനുകളുടെയും എയർ കണ്ടീഷണറുകളുടെയും ഉപയോഗം കുറയ്ക്കുന്നതുമായുള്ള വിവിധ വിദ്യകളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നൽകി. യോഗത്തിൽ കിഡ്സ് കോർഡിനേറ്റർ ഗ്രേസി ജോയ്, സിസ്റ്റർ ഷൈനി എന്നിവരും സംസാരിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ചാലക്കുടിയിൽ മദ്യലഹരിയിൽ പോലീസുകാരെ ആക്രമിക്കാൻ ശ്രമിച്ചയാൾ പിടിയിൽ. മേച്ചിറ സ്വദേശി രതീഷാണ് പിടിയിലായത്. സ്റ്റേഷൻ ഇൻസ്പെക്ടറുടെയും സിവിൽ പോലീസ് ഓഫീസർമാരായ അജിൻ, സുരേഷ് എന്നിവരുടെയും ഔദ്യോഗിക ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയ സംഭവത്തിലാണ് ഇയാളുടെ അറസ്റ്റ്. പട്രോളിംഗ് ഡ്യൂട്ടിക്കിടെ ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ റോഡിൽ വെച്ച് രതീഷ് അശ്രദ്ധമായി ഇരുചക്രവാഹനം ഓടിച്ചു വരുന്നത് കണ്ട് പോലീസ് ഇരുചക്രവാഹനം നിർത്തുന്നതിനായി കൈ കാണിച്ചിട്ടും വാഹനം നിർത്തിയില്ല. പിന്നീട് ഇയാളെ പിന്തുടർന്ന് തടഞ്ഞു നിർത്തി പരിശോധിച്ചതിൽ ഇരുചക്ര വാഹനം ഓടിച്ചിരുന്ന രതീഷ് കുമാർ മദ്യപിച്ചിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ട് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ച സമയം ഇയാൾ അറസ്റ്റിന് വഴങ്ങാതെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയായിരുന്നു എന്നാണ് കേസ്. കൂടുതൽ പോലീസിനെ വിളിച്ചു വരുത്തിയാണ് രതീഷ് കുമാറിനെ അറസ്റ്റ് ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത്. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജീവ് MK, സബ് ഇൻസ്പെക്ടർമാരായ പാട്രിക് PV, ഉണ്ണികൃഷ്ണൻ ER, ജോഫി ജോസ്, സിവിൽ പോലീസ് ഓഫീസർ സുരേഷ്, അജിൻ എന്നിവർ ചേർന്നാണ് രതീഷ് കുമാറിനെ അറസ്റ്റ് ചെയ്തത്. മീഡിയ ടൈം, ചാലക്കുടി. തൂണുകൾക്ക് ഊടും പാവും നെയ്തെടുക്കാൻ നൂൽ നിർമ്മിക്കുന്ന ചാലക്കുടി മേലൂരിലെ നൂൽനൂൽപ്പ് കേന്ദ്രം 4.5 പതിറ്റാണ്ട് പിന്നിടുന്നു. പൂലാനി കുറുപ്പത്ത് പ്രവർത്തിക്കുന്ന ഖാദി സെന്ററാണ് മേലൂർ പഞ്ചായത്തിലെ വ്യവസായ രംഗത്ത് ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്നത്. യാതൊരു പ്രതിസന്ധിയും ഇല്ലാതെയാണ് സെന്ററിന്റെ പ്രവർത്തനമെന്ന് ജീവനക്കാർ പറയുന്നു. ഒല്ലൂർ അവണിശ്ശേരിയിലെ ഖാദി ഗ്രാമ വ്യവസായ കേന്ദ്രത്തിന്റെ കീഴിലുള്ള പൂലാനി കുറുപ്പത്ത് പ്രവർത്തിക്കുന്ന ഖാദി സെന്ററാണ് മേലൂർ പഞ്ചായത്തിലെ വ്യവസായ രംഗത്ത് ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്നത്. 1979 50 പേരുമായാണ് ഖാദി സെന്റർ ആരംഭിച്ചത്. ഈ മേഖലയിലേക്ക് പുതിയ തലമുറ വരാൻ തയ്യാറാകാത്തത് സെന്ററിന് പ്രതിസന്ധിയാണ്. സ്പിന്നിംഗ് സെക്ഷൻ, വീവിംഗ് സെക്ഷൻ എന്നിവിടങ്ങളിലായി നിലവിൽ 25 ജീവനക്കാർ മാത്രമാണ് ഉള്ളത്. പഞ്ഞിയിൽ നിന്നും നൂൽ നൂറ്റ് കെട്ടുകളാക്കലും നൂൽ നെയ്ത് തുണികളാക്കുന്ന പ്രവൃത്തികളുമാണ് ഇവിടെ നടക്കുന്നത്. അവണശ്ശേരിയിൽ നിന്നും കൊണ്ടുവരുന്ന പഞ്ഞിക്കെട്ടുകളാണ് നൂലാക്കി മാറ്റുന്നത്. ഇത് കെട്ടുകളാക്കി വീണ്ടും അവണശ്ശേരിയിലേക്ക് കയറ്റിവിടും. ഇവ പശമുക്കി ഉണക്കി വീണ്ടും പൂലാനിയിലെ കേന്ദ്രത്തിലെത്തിക്കും. ഖാദി ഉൽപ്പന്നങ്ങളിൽ മികച്ചതാണ് ഇവിടുത്തെ നെയ്തെടുത്ത ഷർട്ട് തുണികൾ. വീവിംഗ് സെന്ററിലെ ഒരു നെയ്ത്ത് തൊഴിലാളിക്ക് മീറ്റർ ഒന്നിന് 25 രൂപ ലഭിക്കും. നെയ്ത്ത് തൊഴിലാളികൾക്കും സ്പിന്നിംഗ് വിഭാഗത്തിലെ ജീവനക്കാർക്കും പ്രതിമാസം 10,000 രൂപയ്ക്ക് പുറമെ മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കും. ഓണത്തിന് ബോണസ്, പ്രസവാനുകൂല്യം, ESI തുടങ്ങിയ ആനുകൂല്യങ്ങളും ലഭിക്കുന്നുണ്ട്. ശമ്പളം ലഭിക്കാൻ ചിലപ്പോൾ കാലതാമസം ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇത് കിട്ടുമെന്ന ഉറപ്പ് ഇവർക്കുണ്ട്. സമീപത്തെ വീട്ടമ്മമാരൊക്കെയാണ് ഇവിടുത്തെ ജീവനക്കാർ. 10-17 പേര് ഇവിടെ സ്ഥിരമായിട്ട് നൂൽക്കുന്നുണ്ട്. ആ നൂലെടുത്ത് അതിനെ പശ കൊടുത്ത് പാവാക്കി ഞങ്ങൾ നെയ്യാനായിട്ട് ഇവിടേക്ക് തന്നെ കൊണ്ടുവരും. 33 കൗണ്ട് NMC 80 സ്പിന്നിൽ ചർക്കാൻ വേണ്ടി ഇവിടെ നൂൽക്കുന്നത്.
അപ്പോൾ ആ പശ കൊടുത്ത നൂലിനെ നമ്മൾ നെയ്യാൻ ഉപയോഗിച്ച് ഇവിടെ നെയ്തെടുക്കും. അവർ 24 കഴി വെച്ച് ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കണം. അതിനാണ് ഗവൺമെൻറ് വില നിശ്ചയിച്ച് കൊടുക്കണം. ഖാദിയുടെ അവണിശ്ശേരിയിലാണ് ഇതിൻ്റെ ഹെഡ് ഓഫീസ്. പിന്നെ ആ തുണി നെയ്തതും ഞങ്ങൾ തന്നെ അവണിശ്ശേരിക്ക് ഞങ്ങളുടെ ഗോഡൗണിലേക്ക് മാറ്റും. അതിന് വില നിശ്ചയിച്ചു അതിന് കളർ കൊടുത്തൊക്കെ വിൽപ്പനയ്ക്കായിട്ട് ഉപയോഗിക്കും. 65 പിന്നിട്ട മുതിർന്ന അംഗങ്ങളും ഇവിടെയുണ്ട്. ഇവിടെ നെയ്തെടുക്കുന്ന തുണികൾ അവണിശ്ശേരിയിൽ എത്തിച്ച് നിറവും പശയും ചേർത്ത് ഗാന്ധി ഭവൻ വഴിയാണ് വിൽപ്പന. 18 ചർക്കകൾ, 8 വീവിംഗ് തറികൾ, 18 സ്പിന്നിംഗ് ചർക്കകൾ എന്നിവയാണ് പൂലാനിയിലെ കേന്ദ്രത്തിലുള്ളത്. ഈ കേന്ദ്രത്തിന് പുറമെ മേലൂരിലെ കൂവക്കാട്ടുകുന്നിലും കുറ്റിക്കാട് മണലായിലും കൊടകര ആലത്തൂരുമടക്കം നിരവധി കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. വ്യവസായ അന്തരീക്ഷം മികച്ചതായതിനാൽ യാതൊരു പ്രതിസന്ധിയും ഇല്ലാതെയാണ് സെന്ററിന്റെ പ്രവർത്തനമെന്ന് ജീവനക്കാർ പറയുന്നു. മീഡിയ ടൈം, ചാലക്കുടി. ഇനി മറ്റു വാർത്തകൾ. ഫ്രാൻസിസ് പാപ്പയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് മാള സ്റ്റെൻസ്ലാവൂസ് ദേവാലയത്തിൽ പ്രാർത്ഥനാ ദിനം ആചരിച്ചു. പ്രത്യേക ആരാധന, മാള ടൗൺ ചുറ്റിയുള്ള മൗന റാലി, അനുസ്മരണ സമ്മേളനം എന്നിവ അനുബന്ധമായി സംഘടിപ്പിച്ചിരുന്നു. അനുസ്മരണ സമ്മേളനത്തിൽ വികാരി ഫാദർ ജോർജ് പാറേമൻ അധ്യക്ഷത വഹിച്ചു. MLA VR സുനിൽകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, സുബൈർ മനാനി, ജയരാജ് പോറ്റി, ഫാദർ ബിനു മുക്കത്ത് തുടങ്ങി നിരവധി പേർ അനുശോചന സന്ദേശം നൽകി. മാള പഴുക്കര വിശുദ്ധ യൗസേ പിതാവിന്റെ ഊട്ടുതിരുനാളിന് കൊടികയറി. അമ്പഴക്കാട് ഫൊറോന വികാരി ഫാദർ ജോസ് അരിക്കാട്ട് കൊടിയേറ്റ കർമ്മത്തിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തിരുനാളിന് മുന്നോടിയായി കണ്ണമ്മാലയിലെ തീർത്ഥാടന കേന്ദ്ര ദേവാലയത്തിൽ നിന്നും എത്തിച്ച ദീപശിഖ പ്രയാണത്തിന് ദേവാലയ കവാടത്തിൽ സ്വീകരണം നൽകി. ഫ്രാൻസിസ് പാപ്പയുടെ ദേഹവിയോഗത്തിൽ ദുഃഖാചരണം നിലനിൽക്കുന്നതിനാൽ വളരെ ലളിതമായ ചടങ്ങുകളാണ് നടന്നത്. പുത്തഞ്ചിറ CPI മഹിളാ സംഘം നേതാവും വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ ആയിരിക്കെ മരണമടഞ്ഞ ബീന സുധാകരന്റെ അനുസ്മരണ ദിനം CPI പുത്തഞ്ചിറ ലോക്കൽ കമ്മിറ്റി പതാക ഉയർത്തിയും പുഷ്പാർച്ചന നടത്തിയും ആചരിച്ചു. CPI മുതിർന്ന അംഗം ഭാനു വിക്രമൻ പതാക ഉയർത്തി. തുടർന്ന് നടന്ന അനുസ്മരണ യോഗത്തിൽ കിസാൻ സഭ സംസ്ഥാന പ്രസിഡന്റും CPI ജില്ലാ കൗൺസിലർ അംഗവുമായ KV വസന്തകുമാർ അനുസ്മരണം നിർവഹിച്ചു. KV സുജിത്ലാൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ CPI മണ്ഡലം സെക്രട്ടറി MR അപ്പുക്കുട്ടൻ, TN വേണു, CN പ്രദീപ്, AP വിദ്യാധരൻ, UV വാസുദേവൻ, സിദ്ദിഖ് തോട്ടുങ്ങൽ, ശകുന്തള വേണു, സംഗീത അനീഷ് എന്നിവർ അനുസ്മരണം നടത്തി. പഹൽഗാം കൂട്ടക്കുരുതിയിൽ ഇരകളായവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് കൊടുങ്ങല്ലൂരിൽ കോൺഗ്രസ് ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. ഭീകരവിരുദ്ധ പ്രതിജ്ഞയും പ്രതിഷേധ ജ്വാലയും DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PH മഹേഷ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PB മൊയ്തു അധ്യക്ഷത വഹിച്ചു. UDF കൺവീനർ PS മുജീബ് റഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി NS സലീമുദ്ദീൻ, പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി TM കുഞ്ഞുമൊയ്തീൻ എന്നിവർ സംസാരിച്ചു. PP ജോൺ പ്രതിഷേധ ജ്വാലയ്ക്ക് തിരികൊളുത്തി. ബ്ലോക്ക് ജനറൽ സെക്രട്ടറി PM ലിയാഖത്ത് ഭീകരവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ബാലസംഘം മാള ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തുകയും മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തു. ബാലസംഘം ജില്ലാ സെക്രട്ടറി സാൻജോ തോമസ്, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം യശോത്, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ്, CPM ഏരിയ സെക്രട്ടറി TK സന്തോഷ്, പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി, ബാലസംഘം ഏരിയ സെക്രട്ടറി ആർച്ച തുടങ്ങിയവർ പങ്കെടുത്തു. നമുക്കറിയാം, ജാതിയുടെ പേര് പറഞ്ഞുകൊണ്ട് വേർതിരിച്ചുകൊണ്ട് കുട്ടികളെയും മറ്റുള്ള ആളുകളെയും വേർതിരിച്ചുകൊണ്ടുള്ള വിഷയങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിമാണോ ഹിന്ദുവാണോ? മുസ്ലിമാണെങ്കിൽ കൊല്ലേണ്ടതില്ല, ഹിന്ദു ആണെങ്കിൽ കൊല്ലണം എന്നുള്ള വിധിക്കകത്തുള്ള വിഷയങ്ങളെയാണെന്ത് പാകിസ്ഥാൻ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തി പുത്തഞ്ചേരിയിൽ BJP പ്രതിഷേധ പ്രകടനം BJP കൊടുങ്ങല്ലൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി മനോജ് IS ഉദ്ഘാടനം ചെയ്തു. ബിജു TC അധ്യക്ഷനായ യോഗത്തിൽ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ജെനീഷ് കുറ്റിപ്പറമ്പത്ത്, മണ്ഡലം വൈസ് പ്രസിഡന്റ് രശ്മി, സുധീഷ് കുന്നത്ത്, ശ്രീജിത്ത് PS, സുരേഷ് KK എന്നിവർ സംസാരിച്ചു. ചാലക്കുടി പരിയാരം പൗരസമിതിയുടെ നേതൃത്വത്തിൽ പരിയാരം സെന്ററിൽ മെഡിക്കൽ ഷോപ്പ് പ്രവർത്തനം ആരംഭിച്ചു.
പരിയാരം നിവാസികൾക്ക് മിതമായ നിരക്കിൽ മരുന്നുകൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മെഡിക്കൽ ഷോപ്പ് ആരംഭിച്ചിരിക്കുന്നതെന്ന് പൗരസമിതി പ്രവർത്തകർ പറഞ്ഞു. മെഡിക്കൽ ഷോപ്പിന്റെ ഉദ്ഘാടനം സനീഷ് കുമാർ ജോസഫ് MLA നിർവഹിച്ചു. പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസൻ അധ്യക്ഷയായി. സ്ഥിരസമിതി അധ്യക്ഷൻ ഷാജു ജോസഫ് മാടാന, PM ജബ്ബാർ, VJ ജോജി, ജെസി ജോസ്, തോമസ് പോട്ടക്കാരൻ, ഡാർലി പോൾസൺ, PP അഗസ്തി തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ചികിത്സാ ധനസഹായ വിതരണം ജില്ലാ പഞ്ചായത്ത് അംഗം ജെനിഷ് P. ജോസ്, ഫാദർ വിൽസൺ എലവത്തെങ്കിൽ എന്നിവർ നിർവഹിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങ് നടക്കുന്ന 26-ന് പാപ്പയ്ക്ക് ചാലക്കുടിയുടെ ആത്മപ്രമാണം എന്ന പേരിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിക്കുമെന്ന് വികാരി ഫാദർ വർഗീസ് പാത്താടൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നഗരസഭ, ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന പള്ളി, പൗരാവലി എന്നിവയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഉച്ചയ്ക്ക് 1:30-ന് സംസ്കാര ചടങ്ങിന്റെ ലൈവ് വലിയ LED സ്ക്രീനിൽ പള്ളി പാരിഷ് ഹാളിൽ കാണിക്കും. 4:30-ന് പള്ളിയിൽ പാപ്പയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് ദിവ്യബലി നടത്തും. തുടർന്ന് നടത്തുന്ന മൗനജാഥ മുനിസിപ്പൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ സമാപിക്കും. തുടർന്ന് അനുസ്മരണ സമ്മേളനം നടത്തും. വാർത്താ സമ്മേളനത്തിൽ സനീഷ് കുമാർ ജോസഫ് MLA, നഗരസഭ ചെയർമാൻ ഷിബു വാലപ്പൻ, പ്രതിപക്ഷ ലീഡർ CS സുരേഷ്, അഡ്വക്കേറ്റ് KB സുനിൽകുമാർ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. മതിലകം അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിന്റെ ഭാഗമായി ദീപശിഖ റാലികൾ സംഘടിപ്പിച്ചു. മൺമറഞ്ഞ വോളി പ്രതിഭകൾ പള്ളിനടയിലെ നേവി ജോർജിന്റെ വീട്ടിൽ നിന്ന് കുടുംബാംഗങ്ങൾ പകർന്നു നൽകിയ ദീപശിഖ KP രാജേഷ്, പ്രജിത്ത് സദാനന്ദൻ, അമൽ ബഷീർ എന്നിവരുടെ നേതൃത്വത്തിൽ ഏറ്റുവാങ്ങി. പുതിയ കാവിലെ MA യൂസഫ് വീട്ടിൽ നിന്ന് കുടുംബാംഗങ്ങൾ കൈമാറിയ ദീപശിഖ KH സഗീർ, KM റഷീദ്, VJ ജുലാഷ് എന്നിവർ സ്വീകരിച്ചു. മതിലകം പഞ്ചായത്തിലെ വിവിധ ക്ലബ്ബുകൾ, വായനശാലകൾ, കളിസ്ഥലങ്ങൾ എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം വൈകുന്നേരത്തോടെ ദീപശിഖകൾ മതിലകം ന്യൂ വോളി ഗ്രൗണ്ടിൽ സമാപിച്ചു. മുൻ ഇന്റർനാഷണൽ വോളിബോൾ താരം ഗോപിദാസ് സ്റ്റേഡിയത്തിൽ ദീപശിഖ സ്ഥാപിച്ചു. കണ്ടക്ടർ ജോലിയുടെ മറവിൽ കഞ്ചാവ് വിൽപ്പന നടത്തി വന്നിരുന്ന യുവാവിനെ എക്സൈസ് പിടികൂടി. തൃശൂർ വലപ്പാട് സ്വദേശി പ്രഭുവിനെയാണ് വാടാനപ്പള്ളി എക്സൈസ് സംഘം പിടികൂടിയത്. ഇയാളിൽ നിന്നും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 200 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു. വിദ്യാർത്ഥികൾക്കും മറ്റും 500 രൂപയ്ക്കാണ് ചെറിയ പൊതി കഞ്ചാവ് വിൽപ്പന നടത്തി വന്നിരുന്നതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. കൂൾ റൂഫ് സാങ്കേതികവിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ബോധവൽക്കരണ പദ്ധതി സംഘടിപ്പിച്ച് കിഡ്സ്. ലക്ഷ്യം കെട്ടിടങ്ങളിലെ ചൂട് കുറയ്ക്കുക. ചാലക്കുടിയിൽ മദ്യലഹരിയിൽ പോലീസുകാരെ ആക്രമിക്കാൻ ശ്രമിച്ചയാൾ പിടിയിൽ. മേച്ചിറ സ്വദേശി രതീഷാണ് പിടിയിലായത്. ചാലക്കുടി മേലൂരിലെ നൂൽനൂൽപ്പ് കേന്ദ്രം 4.5 പതിറ്റാണ്ട് പിന്നിടുന്നു. പൂലാനി കുറുപ്പത്ത് പ്രവർത്തിക്കുന്ന ഖാദി സെന്ററാണ് വ്യവസായ രംഗത്ത് ഇപ്പോഴും സജീവം. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.